എ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പല നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അയ്യെന്നാ വിചാരിച്ചിട്ടുണ്ട്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും എ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ വേണോട് നേരത്തെ ചോദിച്ചതുപോലെ അപ്പൊ മാർക്സിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗമല്ലേ അല്ലേ? ആണ്. പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല. ആരാ ഉണ്ടാക്കുന്നത്? എ ഉണ്ടാക്കുന്നു. പിന്നെന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളണം. ഈ 60% പിന്നെന്തില്ല, വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ഈ ഉണ്ടാക്കിയ ഇപ്പോ എന്നെ തന്നെ ഉണ്ടാക്കിയിരിക്കുക. ക്രയവിക്രയ ശേഷിന്റെ യാതൊരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്സ് മൂലധനത്തെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞാൽ, സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് എന്തില്ല, അത് വാങ്ങാനുള്ള ശേഷി ഇല്ലാതിരിക്കും. അന്നത്തെ ശേഷി വെച്ചിട്ട് മിച്ചമൂല്യത്തെ പറ്റിയെല്ലാം പറഞ്ഞത് ഓരോരോ ഉദാഹരണം വെച്ചിട്ടാണ്. ആ ഉദാഹരണത്തിനൊന്നും ഇപ്പോ കാര്യമില്ല. പക്ഷെ മാർക്സും പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന്റെ എല്ലാം ഉടമയാരാ? മുതലാളിത്താണ്. അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടി എത്തുന്നത്. തൊഴിലാളിയുടെ കയ്യിലൊന്നില്ല, വാങ്ങാൻ കഴിയില്ല. പിന്നെ ഇവനുണ്ടാക്കിയ ഈ സ്വത്ത് എന്ത് ചെയ്യും? ഏത് കമ്പോളത്തിൽ വിൽക്കും? ആര് വാങ്ങും? അപ്പോൾ പ്രതിസന്ധി രൂക്ഷാവും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളതല്ല, സമ്പന്നനും അതിസമ്പന്നനായിട്ടുള്ള ഈ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം. എന്താ മൗലികമായ മാറ്റം? ഇതെല്ലാം മാർക്സത്തിന്റെ തന്നെയാണ്. മൗലികമായ മാറ്റം എന്നാ സമ്പത്തിന്റെ വിഭജനമാണ്. സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക. അതെന്താ? ആ വിപ്ലവത്തിന്റെ പേരെന്നാ? അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോ മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. അതുകൊണ്ട് മാർക്സും വളരെ കറക്റ്റാണ്. ആ ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിപ്പോ നാളെ തന്നെ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി ഓരോന്നുമായിട്ട് അന്നേ പറയുന്നത് ഇത് ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. ഈ സോഷ്യലിസം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേവരെ വന്നു കാണുന്നില്ലല്ലോ എന്ന് നാളെ പറയണ്ട. ഇത് ചിലപ്പോൾ 100, 150, 200 കൊല്ലം എടുക്കും. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ടപ്പം പോലെയും കിട്ടുന്നതാണെന്ന് വിചാരിക്കണ്ട. അതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട്. അത് എത്ര കൊല്ലമായി നമ്മൾ തുടങ്ങിയിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ. എന്നാൽ അതിന് മുമ്പേ ഇല്ല, നമ്മളെക്കാളും പിന്നെ വന്നവർ അതിന്റെ തുടർച്ച തന്നെയാണ്. നമ്മളാണെങ്കിൽ മൗലികമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്.